നമുക്കറിയാം നമ്മുടെ വാഹനത്തിനെ റോഡുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ടയർ. ഈ ടയർ കാണാൻ വളരെ സിമ്പിളായിട്ടുള്ള സാധനമാണെങ്കിലും വളരെയധികം എഞ്ചിനീയറിംഗ് ഈ ഒരു ടയറിൻ്റെ നിർമ്മാണത്തിൻ്റെ പിന്നിലുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിഷയം നമ്മുടെ സാധാരണ IC എഞ്ചിനുള്ള വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ടയറും അതുപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ടയറും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളതാണ്. IC എഞ്ചിനുള്ള വാഹനങ്ങളെ അപേക്ഷിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വെയിറ്റ് വളരെ കൂടുതലായിരിക്കും. നമ്മൾ പൊതുവെ വിചാരിക്കുന്നത് എഞ്ചിനേക്കാൾ വെയിറ്റ് കുറവാണല്ലോ മോട്ടറിന്. അതുപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളിലുള്ള പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം ഒക്കെ വളരെ സിമ്പിളാണ്. അതുകൊണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വെയിറ്റ് കുറവായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ആ ഒരു വലിയ ബാറ്ററി പാക്ക് കാരണം ഇലക്ട്രിക് വാഹനങ്ങൾ IC എഞ്ചിനുള്ള വാഹനങ്ങളെക്കാൾ വളരെ ഹെവി ആയിരിക്കും. അപ്പോൾ ഈ ഒരു എക്സ്ട്രാ വെയിറ്റ് കാരണം ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ടയറുകൾക്ക് ആ ഒരു വെയിറ്റിനെ താങ്ങാനുള്ള ശേഷി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു എക്സ്ട്രാ വെയിറ്റ് വാഹനത്തിൻ്റെ ടയറിൻ്റെ തേയ്മാനത്തെ കൂട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു വെയിറ്റ് കൂടുതൽ കാരണം അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് പെർഫോമൻസും ഹാൻഡ്ലിങ്ങിനൊക്കെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ടയറുകൾ കുറച്ചുകൂടെ സ്റ്റിഫായിട്ട് കുറച്ചുകൂടെ സ്ട്രെങ്ത്ത് കൂടിയ രീതിയിലാണ് അത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുറച്ചും കൂടെ തേയാത്ത രീതിയിലുള്ള കുറച്ചും കൂടെ ഈട് നിൽക്കുന്ന രീതിയിലുള്ള റബ്ബർ കോമ്പൗണ്ട്സ് ആണ് ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ടയറുകളിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ IC എഞ്ചിനുകളിൽ എഞ്ചിൻ RPM കൂടുന്നതിനനുസരിച്ച് ടോർക്ക് ഇങ്ങനെ പ്രൊപ്പോർഷണലായിട്ട് കൂടി വന്ന് RPMൻ്റെ ഒരു നിശ്ചിത റേഞ്ചിലായിരിക്കും നമുക്ക് മാക്സിമം ടോർക്ക് കിട്ടുന്നത്. എന്നാൽ ഇലക്ട്രിക് മോട്ടറുകളിൽ അങ്ങനെയല്ല. ഇലക്ട്രിക് മോട്ടറിൻ്റെ മാക്സിമം ടോർക്കും നമുക്ക് ഏറ്റവും ലോവസ്റ്റ് RPM തന്നെ കിട്ടും. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റൻറ്റ് ടോർക്ക് കാരണം നമുക്ക് നല്ല ആക്സിലറേഷൻ ആയിരിക്കും ഇലക്ട്രിക് വാഹനങ്ങളിൽ കിട്ടുന്നത്. ആ ഒരു ഇൻസ്റ്റൻറ്റ് ടോർക്ക് വാഹനത്തിൻ്റെ ടയറിൻ്റെ തേയ്മാനം കൂട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ സാധാരണ ടയറുകൾ ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ വേഗത്തിൽ തേഞ്ഞു പോകും. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്ത ടയറുകൾ ഉപയോഗിക്കുന്നതാണ് ടയർ ലൈഫ് കൂടുതൽ കിട്ടാനും നല്ല ബ്രേക്കിംഗ് പെർഫോമൻസ് കിട്ടാനും ഹാൻഡ്ലിംഗ് കിട്ടാനൊക്കെ നല്ലത്. നമുക്കറിയാം ഇലക്ട്രിക് വാഹനങ്ങൾ വളരെ സൈലൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള അനാവശ്യമായിട്ടുള്ള സൗണ്ടുകളൊക്കെ പ്രത്യേകിച്ച് ടയർ നോയ്സൊക്കെ ക്യാബിൻ്റെ അകത്തേക്ക് നന്നായിട്ട് കേൾക്കാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് സാധാരണ IC എഞ്ചിനുള്ള വാഹനങ്ങളാണെങ്കിൽ എഞ്ചിൻ്റെ സൗണ്ട് ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് തന്നെ ടയർ നോയ്സ് ഒന്നും അധികം നമുക്ക് ക്യാബിൻ്റെ അകത്തേക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. പക്ഷേ ഇലക്ട്രിക് വാഹനങ്ങളിൽ ടയർ നോയ്സ് നമുക്ക് ക്യാബിൻ്റെ അകത്തൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ടയറുകളിൽ ഇങ്ങനെ ടയർ നോയ്സ് കുറയ്ക്കാൻ വേണ്ടി ചില പരിപാടികൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിൽ പ്രധാനമായിട്ടും ടയറിൻ്റെ അകത്ത് കുറച്ച് കട്ടിയുള്ളൊരു ഫോമിൻ്റെ ലെയർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഫോം ലെയർ ഈ ഒരു ടയർ നോയ്സും വൈബ്രേഷൻസൊക്കെ അബ്സോർബ് ചെയ്ത് ഈ ക്യാബിൻ്റെ അകത്തേക്ക് പോകുന്ന ടയർ നോയ്സിനെ കുറയ്ക്കാൻ സഹായിക്കും. ഒരു ഫുൾ ചാർജിൽ ഒരു ഇലക്ട്രിക് വാഹനം എത്ര ദൂരം ഓടും എന്നുള്ളതിനാണ് ആ വാഹനത്തിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഈ റേഞ്ച് എത്രത്തോളം കൂട്ടാൻ പറ്റുമോ അതിനൊക്കെയുള്ള പരിപാടികൾ ഈ ഒരു വാഹനത്തിൻ്റെ നിർമ്മാതാക്കൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ വാഹനത്തിൻ്റെ റേഞ്ചിനെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് ടയറിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഈ വാഹനത്തിൻ്റെ റേഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട് റോളിംഗ് റെസിസ്റ്റൻസ് വളരെ കുറഞ്ഞ രീതിയിലാണ് ഇലക്ട്രിക് വാഹനത്തിൻ്റെ ടയറുകൾ ഡിസൈൻ ചെയ്യുന്നത്. കാരണം ഒരുപാട് എനർജി ഈ ഒരു റോളിംഗ് റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യുന്നതിനായിട്ടാണ് വേസ്റ്റ് ആവുന്നത്. അപ്പോൾ റോളിംഗ് റെസിസ്റ്റൻസ് വളരെ കുറഞ്ഞ ടയറുകൾ ഉപയോഗിക്കുന്ന വഴി ഈ ഒരു എനർജി ലോസ് കുറയ്ക്കാനും അതുവഴി വാഹനത്തിൻ്റെ റേഞ്ച് കൂട്ടാനും സഹായിക്കും. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ ടയറും ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ടയറും തമ്മിലുള്ള വ്യത്യാസം. എന്ന് വെച്ച് നോർമൽ ടയറുകൾ മോശമാണെന്നല്ല, നമ്മുടെ സാധാരണ IC എഞ്ചിനുള്ള വാഹനങ്ങളിൽ നോർമൽ ടയറുകൾ പെർഫെക്റ്റ് ആണ്. ഇലക്ട്രിക് വാഹനത്തിൻ്റെ ആ ഒരു അഡീഷണൽ വെയിറ്റ് അതുപോലെ തന്നെ ആ ഒരു ഇൻസ്റ്റൻറ്റ് ടോർക്ക് അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ടയർ നോയ്സ് ലെവൽ ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് കുറച്ചും കൂടെ അഡീഷണൽ എഞ്ചിനീയറിങ് ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ടയറുകളിൽ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ടയറുകൾക്ക് വിലയും അതിനനുസരിച്ച് കൂടുതലാണ്. നിങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് വാഹനത്തിൻ്റെ ടയറിന് നിങ്ങളൊരു സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ടത് ആവശ്യമാണ്. കാരണം ആ ഒരു ടയറിൻ്റെ കണ്ടീഷൻ നിങ്ങളുടെ വാഹനത്തിൻ്റെ റേഞ്ചിനെയും പെർഫോമൻസിനെയും ഒക്കെ വളരെയധികം ബാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റ് സമയത്ത് കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് എയർ ചെക്ക് ചെയ്യുക, അലൈൻമെൻറ്റൊക്കെ കറക്റ്റ് സമയത്ത് ചെയ്യുക. അതുവഴി വാഹനത്തിൻ്റെ റേഞ്ചും അതുപോലെ തന്നെ ടയർ ലൈഫും ഒക്കെ കൂട്ടാൻ സഹായിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.